ഇതെന്താണ് ഈ ചന്ദ്രയാൻ അതുപോലെ ആദിത്യ പദ്ധതികൾ വിശദീകരിക്കുന്ന വീഡിയോ പ്രദർശിപ്പിക്കുകയാണോ? ആ ചടങ്ങിൽ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഹ്രസ്വമായ ഒരു ദൃശ്യാവിഷ്കാരമാണ് ഇപ്പോൾ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി അല്പസമയത്തിനകം സംസാരിക്കുമെന്നുള്ളതാണ്. അജിംസ് കടന്നുപോയ ചന്ദ്രയാൻ അല്ലെങ്കിൽ ഇതിനു മുൻപ് പൂർത്തിയായ പദ്ധതികളെക്കാളൊക്കെ ഉപരിയായി നമ്മൾ കാത്തിരിക്കുന്നത് ഇപ്പോൾ ഗഗൻയാൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന മലയാളിയുടെ പേര്, ആ യാത്രയിലുള്ള ആ ദൗത്യ സംഘത്തിലുള്ള ആ ബഹിരാകാശ യാത്രയ്ക്കുള്ള 4 പേരുടെ പേരുകൾ എന്നുള്ളതാണ്. അതിലേക്കാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ഈ പദ്ധതികളുടെ നിലവിൽ ഉദ്ഘാടനം ചെയ്ത പദ്ധതികളുടെ സംസാരത്തിനിടയിൽ അത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോൾ ആ പേരുകൾ പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുന്നത്. അജിംസ് ഈ പറഞ്ഞതുപോലെ തന്നെ ചന്ദ്രയാൻ പോലുള്ള പദ്ധതികൾ അതിൻ്റെ വിജയം കണ്ടൊരു ആവേശം ISROയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനി വരാനിരിക്കുന്ന പദ്ധതികൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നത്. നമ്മൾ വളരെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഗഗൻയാൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഗഗൻയാൻ പദ്ധതിയിലേക്ക് കൂടുതൽ സമയം അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് നൽകുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ISRO ചെയ്യുന്നത്. അതിനായി തന്നെ വിവിധ തലങ്ങളിലുള്ള വിവിധ ഘട്ടങ്ങളിലുള്ള പരിശീലനങ്ങൾ, പരീക്ഷണങ്ങളൊക്കെ അനുദിനം പലയിടങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏകോപിപ്പിച്ച് ശ്രീഹരിക്കോട്ടയിലും അതിൻ്റെ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സാങ്കേതികമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ടെസ്റ്റ് വെഹിക്കിൾ, പേടകത്തെ ബഹിരാകാശത്തേക്ക് 400 കിലോമീറ്റർ ഉയരത്തിലുള്ള ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന വാഹനം LVM എന്ന് പറയുന്ന വാഹനമാണ്. ലോഞ്ച് വെഹിക്കിൾ നമ്മൾ ചന്ദ്രയാനിൽ ഉപയോഗിച്ചിരുന്ന ലോഞ്ച് വെഹിക്കിൾ Mark 3 എന്ന് പറയുന്ന വാഹനമായിരുന്നു. അതേ ശ്രേണിയിൽപ്പെട്ട വാഹനം തന്നെയാണ്. ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ ഈ ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് LVM എന്ന് പറയുന്നത്. അതിൻ്റെ Mark 3 ശ്രേണിയാണ് നമ്മൾ കഴിഞ്ഞ തവണ ഉപയോഗിച്ചത്. ഇത്തവണ പക്ഷേ അതിൽ മാറ്റം വരും. കാരണം ചന്ദ്രയാൻ ദൗത്യത്തിൽ അതിൻ്റെ പേലോഡുകൾ വഹിച്ചിട്ടുള്ള പേടകം, ചന്ദ്രയാൻ പേടകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്തവണ ഗഗൻയാനിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും മനുഷ്യരുണ്ട്, മനുഷ്യയാത്രികരുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദൗത്യം ഏറെ സങ്കീർണമാണ്. ഏതെങ്കിലും തരത്തിൽ അപകടങ്ങൾ ഉണ്ടായാൽ യാത്രികർക്ക് രക്ഷപ്പെടാനുള്ള ക്രൂ എസ്കേപ്പ് സിസ്റ്റം ഉൾപ്പെടെ ക്രമീകരിച്ച് അതിൻ്റെ പരീക്ഷണങ്ങൾ പല ഘട്ടങ്ങളിൽ നടത്തിയിരുന്നു. അതെല്ലാം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് ക്രൂ മൊഡ്യൂൾ, അതായത് 3 പേർക്ക് 3 സഞ്ചാരികൾക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് ആ ക്രൂ മൊഡ്യൂൾ സജ്ജീകരിച്ചിരിക്കുന്നത്. അതിനകത്ത് തന്നെ ബഹിരാകാശത്ത് എത്തിയ ശേഷം നടത്തേണ്ട പരീക്ഷണങ്ങൾ ഉൾപ്പെടെ ഘടിപ്പിച്ചിട്ടുള്ള ആ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.